വയനാട്ടിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉന്നതതല മന്ത്രി സംഘം 3 മന്ത്രിമാരടങ്ങുന്ന സംഘം സന്ദർശനം നടത്തി. ഈ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു. നഷ്ടപരിഹാര തുകയുടെ അടുത്ത ഘട്ടം അത് കൈമാറി. നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കുന്നതിലടക്കം സുപ്രധാനമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് അവിടെ നടന്നിട്ടുള്ള സർവകക്ഷി യോഗത്തിലടക്കം ഉറപ്പ് മന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് ലഭിച്ച ഒരു സാഹചര്യം കൂടി വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയ ആശ്വാസത്തിന്റെ ഒരു വാർത്തയാണ്. ഈ സഹായധനമൊക്കെയും കൈമാറാൻ അല്ലെങ്കിൽ ഈ സഹായധനവുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികൾക്ക് 13 കോടി രൂപ കൂടി അനുവദിച്ചു എന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയും ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതേസമയം ഈ ജനകീയ പ്രശ്നങ്ങളിൽ നിന്നൊക്കെയും അവിടുത്തെ കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ ഒളിച്ചോടുന്ന ഒരു സാഹചര്യമുണ്ടായി. വിഷയത്തെ കൂടുതൽ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ആ നിലയ്ക്കുള്ള കക്ഷി രാഷ്ട്രീയമായി ഈ വിഷയത്തെ കാണരുത് എന്ന് ആവർത്തിച്ച് ഇന്ന് സർക്കാർ ആവശ്യപ്പെടുന്നു. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വനം മന്ത്രി തുടർച്ചയായി ഈ നിലയ്ക്കുള്ള ആവശ്യങ്ങൾ അവിടെ ജനപ്രതിനിധികളോട് ഉന്നയിക്കുന്ന ഒരു ഘട്ടം കൂടി ഇന്ന് വയനാട്ടിൽ നിന്ന് കണ്ടു. നോക്കാം ഇന്നത്തെ സമഗ്ര വിവരങ്ങൾ സിജു കണ്ണൻ തരും. കാവ്യ, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ജനപ്രതിനിധികളുടെ യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് മന്ത്രിതല സംഘം ഇന്ന് വയനാട്ടിൽ സന്ദർശനം നടത്തിയത്. മന്ത്രി എം ബി രാജേഷ്, കെ രാജൻ, എ കെ ശശീന്ദ്രൻ എന്നിവരാണ് വയനാട്ടിലെത്തിയത്. രാവിലെ സുൽത്താൻ ബത്തേരിയിലെത്തിയ ശേഷം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർത്തു. അതിനുശേഷം ജനപ്രതിനിധികളുടെ യോഗവും വിളിച്ചു ചേർത്തു. വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് ഈ യോഗത്തിലെടുത്തത്. വയനാട്ടിലെ വലിയ പ്രശ്നമായ വന്യമൃഗശല്യം തടയുന്നതിനാവശ്യമായ നിർണായക തീരുമാനങ്ങൾ ഈ യോഗത്തിലെടുത്തു. വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമായി പറയുന്നത് വയനാട്ടിൽ ജില്ലാതലത്തിൽ ജനകീയ സമിതികൾ രൂപീകരിക്കും. ഈ ജനകീയ സമിതിയുടെ കോർഡിനേറ്റർ ജില്ലാ കളക്ടറായിരിക്കും. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, കർഷക സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സമിതിയിൽ ഉണ്ടാകും. 2 ആഴ്ചയിലൊരിക്കൽ യോഗം ചേർന്ന സാഹചര്യം വിലയിരുത്തുമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നോഡൽ ഓഫീസറെ നിയമിച്ചിട്ടുണ്ട്. നേരത്തെ മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കുമെന്ന് പറഞ്ഞതാണ്. സ്വതന്ത്ര അധികാരമുള്ള നോഡൽ ഓഫീസർക്കായി പ്രത്യേക ഓഫീസും തീരുമാനിച്ചിട്ടുണ്ട്. പരിഹാരത്തിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനായി 13 കോടി രൂപ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. 13 കോടി രൂപ ട്രഷറി നിയന്ത്രണമില്ലാതെയാണ് അനുവദിച്ചിരിക്കുന്നത്. അതോടൊപ്പം വിവിധ വകുപ്പുകൾ ചേർന്ന് കമാൻഡ് കൺട്രോൾ റൂം തുറക്കുമെന്നും അറിയിച്ചു. 2 RRTകൾ കൂടി സ്ഥിരപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ട്രെഞ്ച് നിർമ്മാണം, അതോടൊപ്പം തന്നെ അടിക്കാട് വെട്ടുന്നതിനാവശ്യമായി കേന്ദ്ര നിയമത്തിൽ വയനാടിനു വേണ്ടി മാത്രമായി ചെറിയ ഇളവ് നൽകണമെന്നും ആവശ്യപ്പെടാൻ തീരുമാനിച്ചു. അധിനിവേശ സസ്യങ്ങൾ നശിപ്പിച്ചുകൊണ്ട് വനവൽക്കരണത്തിനുള്ള നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിരീക്ഷണത്തിനായി കൂടുതൽ ഡ്രോണുകൾ ഏർപ്പെടുത്തും. 250 പുതിയ ക്യാമറകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ചില റിസോർട്ടുകളെങ്കിലും വന്യജീവികളെ ആകർഷിച്ചുകൊണ്ട് സഞ്ചാരികളെ കൊണ്ടുവരുന്നതിനായി ചില ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അത്തരം ഇടപെടലുകൾ നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സോളാർ ഫെൻസിംഗ് ത്രിതല പഞ്ചായത്തുകളുടെ സഹകരണത്തോടുകൂടി പൂർത്തിയാക്കാൻ തീരുമാനിച്ചു. അതേസമയം ഇത്തരം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോഴും UDF ഇതിനോട് പിന്തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമാണ് കാണിച്ചത്. ടി സിദ്ദിഖ് MLA, അതോടൊപ്പം തന്നെ IC ബാലകൃഷ്ണൻ MLA ഇന്ന് രാവിലെ ഈ യോഗം നടക്കുന്ന സുൽത്താൻ ബത്തേരിയിലെത്തിയിരുന്നു. എന്നാൽ ക്രിയാത്മകമായ നിർദ്ദേശം, വയനാട്ടിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിലുള്ള ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് യോജിച്ച് നിൽക്കാൻ ഇവർ തയ്യാറായില്ല എന്നുള്ളതാണ്. മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ അവർ അവിടെ നൽകിയില്ല എന്ന് മാത്രമല്ല, ഒരിക്കൽ പോലും യോജിച്ച് നിൽക്കണമെന്ന സർക്കാരിൻ്റെ ഒരു ആഹ്വാനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകാൻ ഇവർ തയ്യാറായില്ല എന്നുള്ളതാണ്. UDFൻ്റെ ജനപ്രതിനിധികളും ഇവിടെ ഈ യോഗം ബഹിഷ്കരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പക്ഷേ എങ്കിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്ത് വളരെ നിർണായകമായ ഒരു യോഗമായി ഇത് മാറി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഈ വയനാട്ടിൽ വന്യജീവി ആക്രമണങ്ങളിൽ പരിക്കേറ്റവരും അതോടൊപ്പം മരണപ്പെട്ടവരുമായവരുടെ കുടുംബങ്ങളിൽ മന്ത്രിമാർ നേരിട്ട് സന്ദർശിച്ചു. അവരുടെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു. സഹായധനം കൈമാറുകയും ചെയ്തു. ആദ്യം എത്തിയത് പ്രജീഷിൻ്റെ വീട്ടിലാണ്. ഡിസംബർ മാസത്തിൽ വാഗേരിയിൽ
കടുവ കൊലപ്പെടുത്തിയ പ്രജീഷിൻ്റെ വീട്ടിൽ നേരിട്ടെത്തി സാഹചര്യം വിലയിരുത്തി. അതിനുശേഷം വെള്ളച്ചാലിൽ പോളിൻ്റെ വീട്ടിലെത്തി പോളിൻ്റെ കുടുംബത്തിൻ്റെ 10 ലക്ഷം രൂപ കൈമാറുകയും ചെയ്തു. പോളിൻ്റെ ഭാര്യ ശാലിയുമായി മന്ത്രിമാർ സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷം പോയത് ബേലൂർ മഗ്ന എന്ന കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിൻ്റെ വീട്ടിലാണ്. ഇവിടെയും കുടുംബാംഗങ്ങളുമായി സംസാരിച്ച് അവരെ ആശ്വസിപ്പിച്ചു. ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ പാക്കത്തെ വിദ്യാർത്ഥി ശരത്തിൻ്റെ വീട്ടിലും പിന്നീട് മന്ത്രിമാരെത്തി. അതിനുശേഷം പോയത് തോൽപ്പെട്ടിയിലേക്കാണ്. തോൽപ്പെട്ടിയിൽ ജനുവരി 30 കൊല്ലപ്പെട്ട ലക്ഷ്മണൻ്റെ കുടുംബാംഗങ്ങളെ കണ്ടു. സഹോദരി ചുവമിക്ക് 10 ലക്ഷം രൂപയുടെ ധനസഹായം മന്ത്രിമാർ നേരിട്ട് കൈമാറി. എസ്റ്റേറ്റ് തൊഴിലാളിയായിരുന്ന ലക്ഷ്മണൻ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു. തുടർന്ന് വെള്ളമുണ്ട പടിഞ്ഞാൽ സ്വദേശി തങ്കച്ചൻ്റെ വീട്ടിലുമെത്തിയാണ് മന്ത്രിമാർ മടങ്ങിയത്. ജില്ലാ കലക്ടർ ഡോക്ടർ രേണുരാജ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ മന്ത്രിമാർക്കൊപ്പമുണ്ടായിരുന്നു. ഏതായാലും മന്ത്രിമാരുടെ സന്ദർശനത്തിൽ വയനാടിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതിന്, വന്യജീവി ആക്രമണം ഉൾപ്പെടെയുള്ള പ്രശ്നം പരിഹരിക്കുന്നതിന്, ശാശ്വതമായ പരിഹാരം കാണുന്നതിന് വളരെ ക്രിയാത്മകമായ ഇടപെടലുകൾ, തുടർച്ചയായ നടപടികൾ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയാണ് മന്ത്രിമാർ മടങ്ങിയത്. ശരി, സിജു കടനാണ് സമഗ്ര വിവരങ്ങൾ നൽകി.